പണ്ടൊക്കെ കല്യാണ വീടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ പാർട്സ് അല്ലേ. നമുക്കിന്നത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കാം. ആദ്യം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കുറച്ച് കറുവാപ്പട്ട ഇട്ടിട്ട് പൊട്ടിക്കാം. എന്നിട്ട് കുറച്ച് ചുമന്നുള്ളി കുനുകുന അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റാം. എന്നിട്ട് ഒരു സവാള അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും എന്ത് ചെയ്യാം, നമ്മൾ കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ച് വെച്ച പാർട്സ് ഇട്ട് കൊടുക്കുക. മുട്ട മാത്രം വേവിച്ചിട്ടില്ല കേട്ടോ, അത് സെപ്പറേറ്റ് ആയിട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വേവുന്നവരെ ആ കുക്കറിൽ നമ്മൾ വേവിച്ചതിൻ്റെ വെള്ളം ബാക്കി ഉണ്ടാവുമല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ച് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുകിക്കഴിഞ്ഞ് ആ മൂടി ഒന്ന് തുറക്കുമ്പോൾ ഉള്ള മണമുണ്ടല്ലോ എൻ്റെ സാറേ, വായിൽ കപ്പലോടും. ഇനി കുറച്ച് പൊടിപ്രയോഗം കൂടെ ഉണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും, എരിവ് അത്യാവശ്യം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് തുറന്ന ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് കഴിക്കാൻ നേരം തുറന്നെടുത്ത് കഴിച്ചോളൂ.